കടലിനടിയിൽ ഒരു വലിയ കാട്. വരാനിരിക്കുന്ന മഹാദുരന്തം ഇത് പ്രവചിക്കുമെന്ന് ശാസ്ത്രലോകം. വൻ വൃക്ഷങ്ങൾ തടിച്ചു വളർന്ന് കൂട്ടമായി നിൽക്കുന്ന ഹരിതസമ്പത്തിന് പഴക്കം 60,000 വർഷത്തിനു മുകളിൽ. ഉപ്പുവെള്ളത്തിൽ വളരാത്ത സൈപ്രസ് മരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. പലയിടത്തായി ചിതറിക്കിടക്കുന്ന മരത്തടികൾ ഈ കാടിനു ചുറ്റുമായി ഒരു മാന്ത്രിക വലയം പോലെ സംരക്ഷിച്ചു നിർത്തുന്നു. മെക്സിക്കൻ ഉൾക്കടലിന്റെ അലബാമ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കടലിൽ 60 അടിയോളം താഴ്ചയിലാണ് ഈ നിഗൂഢ വനം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ചതുപ്പിനിടയിൽ വേരുറച്ചുപോയ മണ്ണിൽ ഓക്സിജന്റെ അംശം വളരെ കുറവാണ്. എപ്പോഴോ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാട് മൂടപ്പെട്ടു പോകുകയും പിന്നാലെ ചെളിയും ചതുപ്പും അടിഞ്ഞതോടെ ഓക്സിജൻ പുറത്തു പോകാതെ കാടിനെ ചുറ്റി ഒരു വലയം സൃഷ്ടിച്ചതുമാകാമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തുന്നു. 2004 ഒരു ചുഴലിക്കാറ്റിലാണ് ഈ സംരക്ഷണ വലയം തകരുന്നത്. പിന്നാലെ കാട് പ്രത്യക്ഷമായി. മറ്റു ജലജീവികളും മത്സ്യങ്ങളും സുലഭമായ ജീവിതം ഇവിടെ തുടങ്ങി. ഇതാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. ലോകോൽപത്തിയെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്താൻ സഹായമാകുന്ന ജീവിക്കുന്ന ഫോസിലുകളാണ് ഈ കാടിനുള്ളിൽ ഉള്ളത്. ന്യൂസ് 60 വേണ്ടി ജീന എസ് ജയൻ.